ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത ഒരു നാടൻ താറാവ് കറിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയായ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ താറാവ് കറിയാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ ഇത് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ താറാവ് ഉപ്പ്, മഞ്ഞൾ, വിനാഗിരിയിൽ നല്ലപോലെ കഴുകിയെടുത്തതാണ്. അപ്പോൾ ഈ ഉപ്പും മഞ്ഞളും വിനാഗിരി ഒഴിച്ചപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ അതിലിങ്ങനെ വെച്ചിരുന്നു. ആ മഞ്ഞളെല്ലാം കയറി പിടിച്ചു പോയി കേട്ടോ. എന്നിട്ട് ഞാൻ നല്ലപോലെ കഴുകിയെടുത്തതാണ്. ഇനി ഇതിനകത്തോട്ട് ഇനിയിപ്പോൾ ഇനി മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി. അപ്പോൾ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണേ. ഇളക്കിയിട്ട് നമുക്കിത് കുക്കറിലിട്ട് ഒരു 3 വിസിൽ കേൾക്കുന്നിടം വരെ ഇട്ട് വേവിക്കാം. നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഞാനത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഇത് നല്ല നാടൻ താറാവായതുകൊണ്ട് ഇതിൻ്റെ സ്കിന്നൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് വെള്ളം ഒഴിക്കാതാണ് ഞാൻ വേവിക്കുന്നത്. അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ കേട്ടതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ താറാവ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചൂട് കട്ടിയുള്ളൊരു പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. താറാവ് കറിക്ക് ഏറ്റവും നല്ലത് നല്ല വെളിച്ചെണ്ണയാണ്. നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു 4 വറ്റൽമുളക് മുറിച്ചിടുവാണേ. എന്നിട്ട് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ചെറിയുള്ളിയാണെങ്കിൽ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങാക്കൊത്താണ് കേട്ടോ. തേങ്ങാക്കൊത്തൂടെ കൊടുക്കുക. തേങ്ങാക്കൊത്തും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാവേ. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സവാള ഇട്ട് കൊടുക്കുക. സവാള നീളത്തിലരിഞ്ഞതാണ്. സവാള ഇട്ട് കൊടുക്കുക. സവാളയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കാം. നമ്മുടെ സവാള എല്ലാം നല്ലപോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് താറാവ് കറിയുടെ മെയിൻ സാധനമായ കുരുമുളക് പൊടി ഞാൻ 2 സ്പൂൺ അങ്ങ് ചേർക്കുവാണ്. 2 സ്പൂൺ കുരുമുളക് പൊടി, മുളക് പൊടി ഒരു വലിയ സ്പൂൺ മുളക് പൊടി കേട്ടോ. അത് ഞാൻ 1/2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഗരം മസാല 3/4 സ്പൂണാണ് ചേർത്തേക്കുന്നത്. മല്ലിപ്പൊടി 2 സ്പൂണ്. ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത്, കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നല്ലപൊടി. മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. കുക്കറിനകത്ത് വെച്ച താറാവിനകത്ത് ചേർത്തിട്ടുണ്ട്. ഈ പൊടികളെല്ലാം ചേർത്ത് സവാള നല്ലപോലെ ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് മൂക്കട്ടെ. കുരുമുളക് പൊടി വേണമെങ്കിൽ ഇതിൻ്റെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുവാണേ.
നാടൻ കറിവേപ്പിലയാണ്. അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് താറാവ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഉപ്പൂടെ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഈ മസാലയെല്ലാം താറാവിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം ഞാനൊരു ഇല ഇട്ട് കൊടുത്തിട്ടാണ് അങ്ങ് അടച്ചു വെച്ചേക്കാം. ഈ സമയത്ത് നമുക്ക് ഇതാണ് പെരിഞ്ചീരകം, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഇതെല്ലാം ചേർക്കുന്നില്ല. ഇതിൽ നിന്ന് ഞാൻ 2 സ്പൂണാണ് ചേർക്കാൻ പോകുന്നത്. നമുക്കൊന്ന് തുറക്കാം. നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് ആ പൊടിച്ച മസാലയിൽ നിന്ന് ഒരു 2 സ്പൂണ് മസാലപ്പൊടിയും കൂടെ ചേർക്കാം. അടിപൊളി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാലപ്പൊടി എല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാമേ. മസാലയൊക്കെ ചേർത്തിട്ട് നമ്മൾ 5 മിനിറ്റ് മൂടി വെച്ചേക്കുമല്ലായിരുന്നോ? നമുക്ക് തുറക്കാം. എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് ഒരു പണിയും കൂടെ ഉണ്ട്. തീർന്നു. ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഏറ്റവും അവസാനം തേങ്ങാപ്പാൽ, 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടെ ചേർത്തതാണിത്. ഇത് ലാസ്റ്റ് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണേ. ഇതുകൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കുക. പിന്നെ നമുക്ക് അധികം വേവിക്കൊന്നും വേണ്ട. നമ്മുടെ കറി റെഡിയായി. എങ്ങനെയുണ്ട് നമ്മുടെ താറാവ് കറി? ഇനി ഇത് നല്ലപോലെ തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ താറാവ് കറി റെഡിയായി. അതുപോലെ ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് കൊടുത്തു. ഇച്ചിരി ഉപ്പ് ആവശ്യമായിരുന്നു. ഇനി തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ താറാവ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. സൂപ്പറാണ്. എന്നാ മണവാ. അപ്പോൾ നമ്മുടെ താറാവ് കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എഴുതണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് നാളെ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു. ബൈ.